അന്നേ പറഞ്ഞതാ, പുലിവാലുള്ള കേസാണെങ്കിൽ എന്നെ കച്ചവടത്തിൽ നിന്ന് വിട്ടേക്കെന്ന്. ഗോകുലം വീടിന്റെ പേരിന് എന്നെ തന്ന ചിക്കിലി വാരി നെഞ്ചോട് ചേർത്തപ്പോ നീ എന്നോടൊരു വാക്ക് പറഞ്ഞായിരുന്നു. അത് ജോസേട്ടാ, 2-3 പെണ്ണുങ്ങളെ വീടൊഴിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ആണാന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താടാ കാര്യം? എന്തായാലും നിന്റെ അച്ഛന്റെ വെപ്പാട്ടിയുടെ മക്കള് കേമട്ടുകൾ തന്നെ. ജോസേട്ടന് അവരൊന്ന് പരിചയപ്പെടണമല്ലോ. ഈ ഓർമ്മയ്ക്കായിട്ട് പിള്ളേരൊക്കെ ചെയ്യുമല്ലോ. എന്തോട്ടാ പറഞ്ഞ കണാരാ ഏതോ ഒപ്പിട്ട് വാങ്ങൂലടാ, ഓട്ടോഗ്രാഫ്. അത് തന്നെ. നിന്റെ മറ്റേ വകയിലെ പെങ്ങന്മാരെ കണ്ടിട്ട് ജോസേട്ടൻ അതൊരെണ്ണം സംഘടിപ്പിക്കണം. ജോസേട്ടാ അതിപ്പോ എന്താ പെങ്ങന്മാരുടെ മുമ്പിൽ നാണം കെട്ടപ്പോ ഇടയാളാക്കാം. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ആരെ കൊണ്ടിട്ടാലും എന്റെ കാര്യം നടന്നിരിക്കണം. 1-2 ലക്ഷങ്ങളാണ് നിന്നെ വിട്ടു ഞാൻ ഇറക്കിയിരിക്കുന്നത്. ഉറപ്പിച്ച കച്ചവടം പറഞ്ഞ സമയത്ത് നടത്തിയിരിക്കണം. അതിനിടയ്ക്ക് നാർത്തരം കാണിക്കാൻ നിന്ന കിടാവേ. ഞാൻ ജോസേട്ടൻ എല്ലാരും വിളിക്കുക. ചന്തയില് കച്ചവടാ നേന്ത്രക്കൊലയുടെ. അത് മൊത്തത്തിലും ഉണ്ട്, ചില്ലറയായിട്ടും ഉണ്ട്. പിന്നെ കൂട്ടത്തിൽ ഇത്തിരി വസ്തുവിന്റെ ഏർപ്പാടും ഉണ്ട്. ഒക്കെ കൂടി ഒരു വിധത്തിൽ അങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ഇതൊക്കെ ഞങ്ങളോട് പറയാൻ പെമ്പിള്ളേരായ ഇങ്ങനെ വേണം. ജോസേട്ടന് ഇതേ സ്വഭാവാ. നേരെ വാ നേരെ പോ. ഇനിയിപ്പൊ കാര്യങ്ങൾ നേരെ രൂപ അങ്ങ് പറയാമല്ലോ. ഇവരുടെ ആങ്ങളെ രവിശങ്കർ ഈ പൊരയും പറമ്പും എനിക്ക് കച്ചവടം ചെയ്തിരിക്കുക. എഴുതിയ കരാറിന്റെ കാലാവധി ഏകദേശം തീരാറായി. പൊന്നാങ്ങളെ പറഞ്ഞാ പെങ്ങന്മാര് കേൾക്കില്ലെന്നറിയാം. അതുകൊണ്ട് നിങ്ങളുടെ തിരുമുഖം കണ്ട് സങ്കടം പറയാൻ വന്നതാ. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ച അവസ്ഥയിലാ ജോസേട്ടൻ. സാധാരണ കഴിക്കുന്ന പട്ടിയെ വിഷം കൊടുത്ത് കൊള്ളുക എന്റെ ഒരു രീതി. വല്ലവനൊക്കെ എഴുതി തന്ന ഏതോ കരാറിന്റെ പേര് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇറക്കി വിടാൻ ആരും കരുതണ്ട. അങ്ങനെ തറപ്പിച്ച് പറയണോ പക്ഷേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇണങ്ങിയാൽ എല്ലാവർക്കും കൊള്ളാം. ഇനി അതല്ല, ഉണ്ടേ വെച്ച് പൊന്നാങ്ങളെ തല്ലി ഒരിക്കത് പോലെ എന്റെ അടുത്ത് വന്നാണ്ടല്ലോ, കടയിൽ നേന്ത്രക്കായ തൂക്കിയിടുന്ന പോലെ തള്ളിക്കൊണ്ട് കേട്ടി തൂക്കും എല്ലാത്തിനെയും. ഇനി ഞാനിവിടെ കാലുകൂട്ടുന്നത് ഈ വീടിന്റെ ഉടമസ്ഥനായിട്ടായിരിക്കണം. മറിച്ച് നമ്മൾ തമ്മിൽ ഇതുപോലൊരു കൂടിക്കാഴ്ച ഉണ്ടാവാൻ പാടില്ല. ജോസേട്ടാ, ഈ പാവങ്ങള് താമസിക്കുന്നിടത്ത് വന്നിട്ട് ചുമ്മാ അങ്ങോട്ട് തിരിച്ചു പോവാ. ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാ ജോസേട്ടാ. നീ അങ്ങനെ എനിക്ക് വേണ്ടി വെള്ളം ചൂടാക്കണ്ട. ജോസേട്ടൻ കാപ്പി കുറേ കുടിച്ചിട്ടുള്ളതാ. ഒരുമ്പട്ടിറങ്ങിയിരിക്കല്ലേ. അപ്പൊ ഇവക്കടെ പിന്നിലും നീയാണ്. പിന്നിലല്ല ജോസേട്ടാ, ഇപ്പൊ മുന്നിലാ. ഈ ജോസേന്റെ ഒരു കാര്യം ഒന്ന് പതുക്കെ പറ. ഇനി ഇത് ആരെങ്കിലും കേട്ടിട്ടാണ് ഇല്ലാത്ത കോരെന്ന് പറഞ്ഞുണ്ടാക്കാൻ. ഞാൻ നിനക്കിട്ടൊരു പണി തന്നപ്പോ നീ ഒരു 8ന്റെ പണി എനിക്കിട്ടു പണിതു. നമുക്കിട്ട് പണിയാൻ വന്നവരെ സന്തോഷിപ്പിച്ച് വിടണമെന്നാണ് മലാക്ക കോളനിന്ന് പോരുമ്പോ മൂസബായി പറഞ്ഞേക്കണേ. അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കണ മൂസബായി പറഞ്ഞ എനിക്കത് കേൾക്കാതിരിക്കാൻ പറ്റുമോ ജോസേട്ടാ? നിന്റെ ചോരത്തിളപ്പ് എനിക്ക് മനസ്സിലാവും. പക്ഷേ കട്ടിക്കും ടോക്കിനും അത് അറിയണമെന്നില്ല. ഈ ഇളം പ്രായത്തിൽ തന്നെ അങ്ങ് പോണോ? ഇത് കണ്ടോ, ആയുർരേഖ 80-ന് മുകളിലാ. തന്റെയും പുക കണ്ടേ ഞാൻ പോവൂ. ഈ പ്രായത്തില് തനിക്കങ്ങോട്ട് പോകണമെന്നുണ്ടോ? തൽക്കാലം പോവാൻ നോക്ക്.
പോയ കാര്യം വല്ലതും അറിഞ്ഞോ മോനെ? ഈ വീട് കൊടുക്കാമെന്ന ധാരണയിൽ നല്ലൊരു തുക ജോസേട്ടന്റെ കയ്യിൽ നിന്ന് രവിശങ്കർ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. പറഞ്ഞ കാലാവധിക്ക് മുമ്പ് വീട് രജിസ്റ്റർ ആക്കി കൊടുത്തില്ലെങ്കിൽ അയാൾ അവനെ വിടില്ല. ആഗ്രഹിക്കുന്നത് എന്തും കൈപ്പിടിയിലാക്കണമെന്ന് വാശിയുള്ളവനാ രവിശങ്കർ. ഇവരുടെ ചോരയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീട് വിൽക്കാൻ വേണ്ടി എന്ത് അനുക്രമം കാണിക്കാനും അവൻ മടിക്കില്ല. ഈശ്വരന് മാത്രമേ അറിയാവൂ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് ആരാ ഉള്ളത്? അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. മനസ്സ് തുറന്ന് എന്തെങ്കിലും പറയണമെന്ന് തോന്നുമ്പോ എന്നോട് പറയാലോ. ഒരു മകനെ പോലെ കരുതിയാ മതി. ഇവിടത്തെ ഒരു കാര്യത്തിൽ ഇനി രവിശങ്കർ തലയിടില്ല. തല്ലും കുത്തും ഒന്നും വേണ്ട. എതിർക്കാൻ ആളുണ്ടെന്നറിഞ്ഞ രവിക്ക് ദേഷ്യവും വാശിയും കൂടുകയുള്ളൂ. സ്വന്തം അമ്മ പോലും പറഞ്ഞാൽ അനുസരിക്കാത്തവനാ രവിശങ്കർ. ഇവിടെ കോടതി നിയമൊക്കെ ഉണ്ടല്ലോ മുത്തശ്ശി. നമുക്ക് ആ വഴിക്കൊന്ന് ആലോചിക്കാം. എന്താ? അല്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. എല്ലാവരും കൂടി ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. എന്നെ കൊണ്ട് കഴിയാവുന്ന എന്ത് സഹായം ഞാൻ ചെയ്യാം. ഞാൻ എത്തിയിരിക്കും. May I come in, sir? Yes. Okay, don't worry. I will be there within 15 minutes, right? Good morning, sir. Good morning. ഇരിക്ക്. Yes, പറയൂ. സർ, 20 വർഷത്തിലേറെയായി എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട വീട്ടിലാ ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പൊ ആ വീട് ഒരു റിലേറ്റീവ് ഞങ്ങളുടെ സമ്മതമില്ലാതെ മറ്റാർക്കോ വെക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ പേരില് 2 വട്ടം ഗുണ്ടാ ഭീഷണി വരെ ഉണ്ടായി. റിലേറ്റീവ് എന്ന് വെച്ചാ? അത് ശരിക്കും പറഞ്ഞാൽ അച്ഛന് 2 ഭാര്യമാരാ. ആദ്യ ഭാര്യയിലെ മകനാണ് വീട് വെക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള അവകാശ തർക്കമാണ്. ശരി ശരി, ഒരു റിട്ടേൺ കംപ്ലൈന്റ് എഴുതി കൊടുക്ക്. ഞാൻ വിശദമായിട്ടൊന്ന് അന്വേഷിക്കട്ടെ. താങ്ക് യു, സർ. എന്തായി? പുതിയ അസിസ്റ്റന്റ് കമ്മീഷണറാ. കംപ്ലൈന്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞു. നിനക്കിവിടെ എന്താ കാര്യം? സർ, എന്റെ കൂടെ വന്നതാണ്. ഇവന്റെ ഒക്കെ പ്രൊട്ടക്ഷൻ പോരാഞ്ഞിട്ടാണോ മാഡം ഇങ്ങോട്ട് എഴുന്നള്ളിയത്? സർ, ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയോ? എന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കാനല്ല, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പറയാനാ വന്നത്. നിയമത്തിന്റെ വഴിക്ക് സാറ് പോവാൻ തയ്യാറല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിനുള്ള പ്രൊട്ടക്ഷൻ ഞാൻ കൊടുക്കും. വേണ്ട, ഇത് സ്ഥലം വേറെയാ. നീ മലാക്ക കോളനിയുടെ ബലത്തിൽ കളിച്ച കളി ഇവിടെ എടുത്താ നിന്നെ ഞാൻ കളി പഠിപ്പിക്കും. ആദ്യം നല്ലൊരു പച്ചിരുമ്പ് കൊണ്ട് നട്ടല് പണിതിട്ട് വാ. അപ്പ കളിക്കാൻ നമുക്കൊരു പുലിക്കളി. ഇപ്പൊ പിടിച്ചകത്തിട്ട് നിന്റെ പ്രാണനെ ഊറ്റിയെടുത്താ പോലും ഒരു പുല്ലിനും ഈ രാമനാഥനോട് ചോദിക്കില്ലടാ. അടങ്ങി ഒതുങ്ങി ജീവിച്ച നിനക്ക് കൊള്ളാം. മലാക്ക കോളനി വന്ന് ആ പഴയ CI രാമനാഥനല്ല, ഈ സിറ്റി ഭരിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർ രാമനാഥനാ പറയുന്നത്. കരുതിയിരുന്നോ നീ? പക്ഷേ തെരുവിൽ കിടന്ന് തമ്മിത്തല്ലി ചാകാൻ വിധിക്കപ്പെട്ട ഇവനെ പോലുള്ള ചെറ്റകളെ കൊണ്ട് നടന്നാലേ പാതിരായ്ക്ക് പൊരയില് പോലീസ് കേറി നിരങ്ങും മോളെ, മറക്കണ്ട. ആ രവിശങ്കറിനെതിരെ അവള് പരാതി കൊടുക്കാൻ ഇറങ്ങിയതിന്റെ പിന്നിലെ അവനാ ആ കള്ളറാസ്കല് ശരവണൻ. പഠിച്ചു കിടക്കേണ്ട പ്രായത്തില് വിശന്ന് പൊരിഞ്ഞ വയറിൽ മുണ്ട് മുറുക്കി കെട്ടി കൊച്ചിയിലേക്ക് നാട് വിട്ടു വരുമ്പോ മനസ്സിൽ അന്നേ തീരുമാനിച്ചു വിശപ്പിന് മുന്നിലെന്നല്ല എവിടെയും തല ഒഴിക്കില്ലെന്ന്. അന്ന് മുതൽ സ്വന്തം അപ്പന്റെ മുന്നിൽ പോലും നെഞ്ചു വിരിച്ചു നിന്നിട്ടുള്ളൂ ജോസേട്ടൻ. ആ എനിക്കിട്ടാ അവൻ പണിയുന്നത്. ജോസേട്ടാ, ആവേശം കൊണ്ടുള്ള എടുത്തുചാട്ടം ബുദ്ധിയല്ല. മല്ലിക പരാതി തരാൻ വന്നപ്പോ നമ്മുടെ സ്വാധീനം വെച്ച് കേസ് രജിസ്റ്റർ ചെയ്യാതെ വിട്ടത് അത്ര നിസ്സാരമായി കാണണ്ട.
അവരെങ്ങാനും വല്ല പീഡനെന്നും പറഞ്ഞ് വനിതാ സെല്ലി പോയാ സംഗതി ആകെ കുളമാകും. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. ശത്രുവിനെ മിത്രമാക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. എന്നുവെച്ചാ എങ്ങനെയെങ്കിലും ശരവണനെ നമ്മുടെ കൂടെ നിർത്തണം. വക്കീൽ പറഞ്ഞാ ശരി, പക്ഷെ അവനെ കൂടെ കൂട്ടുക എന്നുള്ളത് എളുപ്പമല്ല. ഒരു കാലത്ത് ആളുകളെ കിടുകിടാ വിറപ്പിച്ച മൂസാഭായിയാണ് അവന്റെ തലതൊട്ടപ്പൻ. അയാള് വിചാരിച്ചാൽ മാത്രമേ ജോസിന് അറിയാലോ നമ്മുടെ ഒരു അവസ്ഥ. ഏതായാലും ഓൻ വരട്ടെ. തലശ്ശേരി എന്നുള്ള ബന്ധത്തില് ഈ കുട്ടി ഒരാളല്ലേ ഉള്ളൂ. ഖദീജ മയ്യത്തായപ്പോ വേറൊരു നിക്കാഹിന് പലരും നിർബന്ധിച്ച്. പക്ഷേ ഇവളുടെ കാര്യം ഓർത്തപ്പോ വേണ്ടെന്ന് വെച്ചു. ജോസിനെ നമ്മൾ പരിചയപ്പെടുത്തണ്ടല്ല. നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഒരേ കളരിയിൽ ഒരുമിച്ച് കളി തുടങ്ങിയവരാ. ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് കളം മാറി കച്ചവടത്തിലേക്ക് തിരിഞ്ഞു. മൂസാഭായി പഴയ പണിയിൽ. അതുകൊണ്ട് ഞാൻ അല്പം മെച്ചപ്പെട്ടു. ഇല്ലെങ്കിൽ മൂസാഭായിയെ പോലെ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയി പോയേനെ. കർത്താവിന്റെ ഓരോ കളിയേ. നിനക്ക് ചെറുപ്പമാണ്, ബുദ്ധിയും ധൈര്യവും ആരോഗ്യവും ധാരാളമുണ്ട്. നീ ഒന്നും മനസ്സ് വച്ചാൽ എന്നെക്കാൾ ഉയർത്തി നിനക്കെത്താം. മൂസാഭായിയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭായിക്ക് സമ്മതമാണ്. മനസ്സിലായില്ല. കാര്യം അങ്ങ് തുറന്നു പറയാം. ഗോകുലം വീടിന്റെ കാര്യത്തിൽ ഇനി നീ ഇടങ്കോലിടരുത്. പകരം ലാഭത്തിന്റെ ഒരു വിഹിതം നിനക്കും തരാം. തന്നേക്കാൾ കരുത്തിനാണ് എതിരാളി എന്ന് കാണുമ്പോ കോംപ്രമൈസിന് ഒരുങ്ങുന്ന സാധാ കൊട്ടേഷൻ ടീമുള്ള ലിസ്റ്റിൽ എന്നെ പെടുത്തരുത്. ആദ്യം ഗോകുലം വീടിന്റെ ഡീലിങ്സ് മാറ്, എന്നിട്ടാവും നമുക്ക് ബാക്കി കാര്യം സംസാരം. എന്റെ മൂസാഭായി, നിങ്ങളുടെ മകളുടെ നിക്കാഹിനും ഇനിയുള്ള കാലം സൂചി ജീവിക്കാനുള്ള ചിക്കിലിയാ ഞാൻ തരാമെന്ന് പറഞ്ഞത്. എന്നാ പിന്നെ ജോസേട്ടന് പോവാം. മൂസാഭായി, ഇവൻ നിങ്ങളുടെ കുഴി തോണ്ടാൻ വന്നവനാ. സൂക്ഷിച്ചോ രണ്ടാളും. ഇവന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ശരിയാക്കാം. ഓക്കെ. സാറേ, ഞങ്ങള് നയനാൻസ് കമ്പനിന്ന് വരിക ഈ വണ്ടി പിടിച്ചോണ്ട് പോവാൻ. പലതവണ പറഞ്ഞിട്ടും കുടിശ്ശിക അടച്ചു തീർക്കാത്തോണ്ട് വണ്ടി തിരിച്ചു പിടിക്കണമെന്നാ ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ. ഈ നിൽക്കുന്ന ആരാന്നറിയോ? ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്രത്തിലെ ജോയിന്റ് സെക്രട്ടറിയാ. IACC അനിശ്ചയത്തെ നേതാവാ. IACC അല്ല, വണ്ടിയുടെ CC അടയ്ക്കേണ്ട കാര്യ. ഒരു വർഷത്തെ കുടിശ്ശിക ബാക്കിണ്ടേ. കുടിശ്ശികയും കുടിപ്പകയും നടുറൂട്ടി ചർച്ച ചെയ്യേണ്ട. അടയ്ക്കാനുള്ളതൊക്കെ കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞിട്ട് ഞാനൊന്ന് ആലോചിച്ചിട്ട് അറിയിക്കാം. ഇപ്പൊ വണ്ടി എടുത്ത് മാറ്റണം. കേന്ദ്രത്തില് നമ്മളൊക്കെ ജോയിന്റിലെ കാര്യങ്ങള്, കേരളത്തില് കളി വേറെ സാറേ. പക്ഷെ ഇപ്പൊ വണ്ടി കൊണ്ടേ പോകൂ. നീ എന്നെ രാഷ്ട്രീയം പഠിപ്പിക്ക. കുറച്ച് ഗുണ്ടായുസവും കുതിയാലോട്ടൊക്കെ കളിച്ചിട്ട് തന്നെയാ ഈ കതറൂട്ട് ഞാൻ ഇപ്പോഴും നടക്കുന്നത്. ഉജാല മുക്കി തെച്ച് വടിവാക്കി ഈ കതറുമിട്ട് മഹാത്മാഗാന്ധിയുടെ ക്വാളിറ്റി പറഞ്ഞ് കോളീസിൽ പാഞ്ഞടക്കുന്ന രാഷ്ട്രീയ നേതാവിന്റെ അടവ് നയം ഇവിടുത്തെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എടുത്ത വണ്ടിയുടെ അടവ് തിരിച്ചടച്ചില്ലെങ്കിൽ ഞങ്ങള് CC-കാരുടെ അടവ് നയം സാറിനെ അറിയിക്കേണ്ടി വരും. ജോയിന്റ് സെക്രട്ടറി ആണെന്ന് നോക്കൊന്നുമില്ല, അടിച്ച് ജോയിന്റ് ഇളക്കി കളയും ഞാൻ. നീ എന്ത് ചെയ്യുന്നാടാ? ഞങ്ങൾ ഇത്ര അണികളുള്ളപ്പോ ഷൺമുഖ, നീയൊക്കെ സമരത്തിന് സർക്കാർ വണ്ടിയുടെ ടയർ കുത്തിപ്പൊട്ടിച്ച പഴക്കുള്ളൂ. എനിക്ക് വയറ് കുത്തിപ്പൊട്ടിച്ച തഴക്കം. പൊട്ടലുവാരി സമരമാല തീർക്കും ഞാൻ. നീയൊക്കെ അണിയല്ല, നീയൊക്കെ പാർട്ടിയുടെ വെറും ആണിയാ. വേണ്ട വേണ്ട. XMLA KK മത്തായുടെ വണ്ടിയുടെ താക്കോൽ. MD കാണണമെന്ന് പറഞ്ഞ് കുറച്ചേറെ വെയിറ്റ് ചെയ്യുന്നു.
ഈ കസേരയിൽ നീ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ആരും പ്രതീക്ഷിക്കാത്തടത്ത് പ്രത്യക്ഷപ്പെടുക, അത് ജോസേട്ടന്റെ സ്റ്റൈലാ. 99 ഫൈനാൻസേഴ്സ് ബാധ്യത അടക്കം ഞാനിങ് ഏറ്റെടുത്തു. ഒപ്പം നിന്നെയും. അങ്ങനെ ഒരു കരാർ നീ ഒപ്പിട്ടിട്ടുണ്ടേ. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞില്ലേ, പണത്തെക്കാളും കായികബലത്തെക്കാളും എതിരാളിയെ ജയിക്കാൻ വേണ്ടത് ബുദ്ധിയാ. അസലായി, നന്നായി. പക്ഷെ ഇതുകൊണ്ടൊന്നും എന്റെ ജോസേട്ടൻ ജയിച്ചു എന്ന് വിചാരിക്കണ്ട. എന്റെ വിജയങ്ങളുടെ കണക്ക് ഈ നഗരത്തിലെ മണൽത്തരികൾക്ക് വരെ അറിയാം. ഇതെന്റെ കട്ടകമാ. അടങ്ങി ഒതുങ്ങേണ്ട സമയത്ത് ആവേശം കാട്ടിയ അങ്ങ് പരലോകത്ത് ചെല്ലുമ്പോ ഉണ്ടാക്കിയ തന്ത പാഞ്ചിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പോലെയാവും. നിന്റെ മൂസാക്കയുടെ പ്രായമുള്ളതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടണേ. ഇനിയെങ്ങാനും നീ എനിക്കിട്ട് പണിയാൻ വന്ന സാക്ഷാൽ പഴനിമുരുകനാണ് സത്യം. നിന്നെ ഞാൻ നിർത്തി കത്തിക്കും കേട്ടാ. ഒന്ന് റെസ്റ്റ് ചെയ്തതിനു ശേഷം ഡിസ്ചാർജ് ചെയ്യാം. പോലീസ് കംപ്ലൈന്റ് വേണ്ട സാർ. മൂസാക്ക് വിവരം അറിയിക്കട്ടെ? അറിഞ്ഞാൽ ആ പാവാകെ വിഷമിക്കും. വേണ്ട. എന്തിനാ പരാതിയില്ല എന്ന് പറഞ്ഞത്? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി പോലീസ് കേസ് കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അത് പറ്റില്ല. ആരോ മനഃപൂർവ്വം ചതിക്കാൻ വന്നതാ. ആരായാലും കണ്ടുപിടിച്ചേ പറ്റൂ. ആരാ എന്താന്നൊക്കെ അന്വേഷിക്കാൻ പോയല്ലേ പിന്നെ ഞാൻ ആ പഴയ പണി തുടരേണ്ടി വരും. ഇയാള് കുറച്ചു മുമ്പല്ലേ പറഞ്ഞേ എല്ലാം ഉപേക്ഷിക്കാൻ. സ്വന്തം നിലനിൽപ്പിന് അത്യാവശ്യം അടിയിടിയൊക്കെ ആവാം. അടിച്ചവനെ തിരിച്ചടിക്കണം. സ്വന്തം നിലനിൽപ്പിന് അത്യാവശ്യം അടിയിടിയൊക്കെ ആവാം.
നമസ്കാരം. 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 എന്താ വൈകിയത്? നമ്മുടെ ജില്ലാ സെക്രട്ടറിയും കൂടെ വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഫോൺ ചെയ്ത് പറയുന്നു ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന്. അപ്പൊ വരില്ലേ? വരും. കുറച്ച് ലേറ്റ് ആവുമെന്ന് പറയാം. ജോസേന്റെ പേരക്കുട്ടിയുടെ പിറന്നാളിന് ഞാനില്ലാതെ എന്താഘോഷം? വിളിക്കാത്ത പാട്ടിൽ നിനക്കെന്താണ് കാര്യം? മാന്യന്മാർ ഒത്തുപിടിക്കുന്നിടത്ത് ഒരു സീൻ ഉണ്ടാക്കാനാണ് ഭാവെങ്കിൽ വന്ന കോടതിയിലായിരിക്കില്ല തിരിച്ചു പോകുന്നത്. കോളേജ് പിള്ളേരുടെ കൂടെ സ്റ്റാർ ഹോട്ടലിൽ പോയി അന്തിക്ക് 2 ലാർജ് അടിച്ച് മഴ നൃത്തം ആഘോഷിക്കുന്ന നിന്റെ ഈ ഭാര്യയുടെ സ്റ്റാറ്റസിൽ അഭിമാനം കൊള്ളുന്ന നീയാണോ മാന്യൻ? ജോസേന്റെ കുഞ്ഞുമോള പിറന്നാൾ കൊഴിപ്പിക്കാൻ ഞാനൊരു കിൻഡില് സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. കൊടുക്കണ ജോസേനൊരു സമ്മാനം. നോ നോ അപ്പന്റെ നേരെ കൈ ഉയർത്താൻ മാത്രം നീ വളർന്നിട്ടില്ലടാ. ഞാൻ ഐസക് ജോൺ, ജോസേട്ടന്റെ മോനാ. ഉശിരുള്ള ആമ്പിള്ളേരുള്ളപ്പോ കളി നേർക്ക് നേരെ, അതാണ് ആണത്വം. ഇത് നിന്നെ പോലെ ജിമ്മി പോയിട്ട് ഇരുമ്പ് പൊക്കി ഉണ്ടാക്കിയ ശരീരമല്ല, കോഴിക്കോട് പാളയം മാർക്കറ്റിൽ അധ്വാനിച്ചുണ്ടാക്കിയ ശരീര. ഇത് വെച്ചൊരു അലക്കാലക്കാണ്ടല്ല, അപ്പനെ കയറി ജോസേട്ടാന്ന് വിളിക്കുന്ന നിന്റെ കളസ അപ്പ കീറും. നാട്ടുമ്പുറത്ത് ഊച്ചാലയോട് സംസാരിക്കുന്ന ഭാഷ നീ എന്നോട് സംസാരിച്ചാലുണ്ടല്ലോ,
അറിയില്ല നിനക്കെന്നെ. അറിയടാ, നന്നായിട്ട് അറിയാം. നിന്റെ അപ്പം പഠിക്കാത്ത ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാൻ ഡൽഹി പോയ നീ ഇന്ന് ലാൻഡ് ചെയ്തപ്പോഴേ ഞാൻ തീരുമാനിച്ചു എന്റെ അടുത്ത ഇര നീയാണെന്ന്. മോനെ ഐസ് ഫ്രൂട്ടേ, ഞങ്ങളെ പോലുള്ളവരെ മാനേജ് ചെയ്യാൻ നിപ്പ പിടിച്ച മാനേജ്മെന്റ് മാത്രം പോരാ. മേലാൽ ഇത്തരത്തിലുള്ള പോക്കിരുത്തരന്ന് നിന്നാ സ്മാർട്ട് ആകാം, പക്ഷെ ഓവർ സ്മാർട്ട് ആവരുത്. എന്നെ അപ്പനെ അപമാനിച്ച നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. നിന്റെ അന്ത്യം വരെ നിഴല് പോലെ ഞാനുണ്ടാകും. സൂക്ഷിച്ചോ. നമുക്കവനെ തട്ടണം ജോസേട്ടാ. രാഷ്ട്രീയപരമായി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും. നമുക്ക് ഷക്കീലിനെ വിളിച്ചാലോ? ആരെ? മുംബൈയിൽ നിന്ന് ചോട്ടാ ഷക്കീലിനെ. അയ്യാ, ഒരു ചക്കീല നട റോഡിൽ തന്റെ വണ്ടി വിളിച്ചുകൊണ്ട് പോയപ്പോ ഈ രാഷ്ട്രീയ സ്വാധീനവും ചക്കീലും ഒക്കെ എവിടെയായിരുന്നു? മുക്കാചക്രത്തിന്റെ വിലയില്ലാത്ത ഉപദേശമായി വന്നിരിക്കുന്നു. ഏതോ അസംബ്ലി ഉറക്കത്തിന് ഉടനെ പിച്ചും പേയും പറയുന്നല്ലോ ഓരോന്ന് വിളിച്ചു പറയാനേ ഇത് നിയമസഭയല്ല. അവന്റെ അമ്മയുടെ ഒരു ഇന്റർസ്റ്റേറ്റ് കൊട്ടേഷൻ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പാണ്ഡ്യ വിശ്വസിക്കാൻ കൊള്ളുകയുണ്ട്. ജോസേട്ടാ, ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് പാണ്ഡ്യനെ അങ്ങനെ തള്ളിക്കളയണ്ട. ചതിയിലൂടെ ആണെങ്കിലും അവൻ ശരവണന്റെ പണി തീർത്തിട്ടേ മടങ്ങൂ. വക്കീലെ, താനിനി ആ തമിഴന്റെ വീരഗാഥകൾ പാടണ്ട. സകല ചട്ടമ്പിത്തരങ്ങളുടെ ആൾരൂപമായ ക്രിമിനൽ ലോയറും നഗരം നിയന്ത്രിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണറും കാൽ കാശിന് വിലയില്ലാത്ത കുറെ കവല ചട്ടങ്ങളും കൂടി എന്റെ അപ്പന് ബുദ്ധി ഉപദേശിച്ചത് എന്തുണ്ടായി? നിങ്ങളൊക്കെ കൂടി ഗോകുലം വീടിന് ഡീൽ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. ഒരു കിഴവനെയും കിഴവിയെയും ഫ്ലഷ് മാർക്കറ്റിൽ ആയിരങ്ങൾ വില വരുന്ന രണ്ട് അവിഹിത പെൺസന്താനങ്ങളെയും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ചെറ്റയും പിടിച്ച് തെരുവ് തള്ളാൻ ഒരു ചെറുവിരലെങ്കിൽ അനക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്നിട്ടൊരു ഉളുപ്പില്ലാതെ ഒന്ന് പൊലമ്പുന്നു. നാണം കെട്ടവന്മാരെ. ഐസക്ക് വിചാരിക്കുന്ന പോലെ കാര്യം അത്ര എളുപ്പമല്ല. ശരവണ്ണ എനിക്ക് നേരത്തെ അറിയാം. പണിതവനിട്ട് തിരിച്ചു പണിതേ അവൻ ഉറങ്ങും. കൊച്ചി ഭരിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷണർക്കും ഒരു ഏഴാം കൂലിയെ പേടി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മിനിസ്റ്ററുടെ PA തൊട്ട് ലോക്കൽ സെക്രട്ടറിമാർക്ക് ഒരു ലക്ഷങ്ങൾ മറിച്ച തന്നെ പ്രമോഷനോടുകൂടി കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ. എന്റെ ഫ്രണ്ട്സിനിടയിൽ വെച്ചാ അവൻ അപ്പനെ അപമാനിച്ചത്. അതെന്നെ കൊല്ലുന്നതിന് തുല്യവാ. ഒരു വഴിയുണ്ട്. സ്വന്തം അച്ഛന്റെ പേരിലുള്ള സ്വത്ത് വിൽക്കാൻ ചെന്ന രവിശങ്കർ ശരവണനെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചു എന്നതിന് ഗുണ്ട ആക്ട് പ്രകാരം ഒരു കേസ്. പിന്നെ കുറെ കാലത്തേക്ക് അവൻ പുറലോകം കാണില്ല. മല്ലികയകത്താക്കാം. Go and set that side. Sir. എവിടെ അവൻ? മര്യാദയ്ക്ക് പറഞ്ഞാൽ എല്ലാവർക്കും രക്ഷപ്പെടാം. സാറ് ആരെ ഉദ്ദേശിക്കുന്നത്? നിന്റെ ആക്ടിംഗ് ഒക്കെ വല്ല സീരിയലിലും മതി. നിന്റെ മറ്റവനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. എന്താണോ? വീട് ലോക്കാണ് സർ. അകത്ത് കയറി നോക്കണോ? എവിടെയാടേ എവിടെയാടേ അവനെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പറയണേ. സർ, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. മാന്യത അയ്യാടി. കണ്ട വാടക ഗുണ്ടകൾക്ക് കയറി നിറങ്ങാൻ സൗകര്യം കൊടുത്തിട്ട് ചാരിത്രം വിളമ്പുന്നോടി. സത്യം പറഞ്ഞ രവിശങ്കറിനെ കൊല്ലാൻ വേണ്ടിയല്ലേ ശരവണ്ണ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് മനസ്സറിവില്ലാത്ത കാര്യമാണ്. തള്ളയാണ് കിള്ളയാണെന്നൊന്നും ഞാൻ നോക്കൂല. ഒരു കീറി വെച്ചെന്നുണ്ടല്ലോ. അയാൾ ഇവിടെ പണയത്തിന് താമസിക്കുന്നതാ. സാറിന് സംശയം ഉണ്ടെങ്കിൽ കരാറിന്റെ കടലാസ് കാണിച്ചു തരാം. കടലാസും മണ്ണാങ്കട്ടയൊന്നും എനിക്ക് കാണണ്ടതല്ലേ. അവൻ എവിടെയാണെന്നാ എനിക്ക് അറിയേണ്ടത്. ഞങ്ങൾക്കറിയില്ല സാർ. കളവ കുഴിയിലേക്ക് എടുക്കാൻ നേരത്ത് നുണ പറയുന്നു. ഉള്ള സത്യം പറഞ്ഞ് കഴിച്ചിലായില്ലേ ഒക്കത്തിനെ ഞാൻ പൊക്കിയെടുത്ത് അകത്താക്കും.
ആലോചിക്കാൻ കണ്ട സമയം. എന്താണ് നിനക്ക് വേണ്ടത്? വേണ്ടത് സാറിനല്ലേ? ആരാടാ നീ? ഞാനടാ നിന്റെ കാലൻ ശരവണൻ. വന്ന റാസ്കൽ, എന്റെ വീട്ടിൽ നിനക്കെന്താടാ കാര്യം? എന്നെ തേടി വരുമെന്ന് അറിയാവുന്നോണ്ട് ഞാനൊരു ഏറ് മുമ്പേ എറിഞ്ഞു. അവരെ ഉപദ്രവിക്കാതെ അവിടെ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങി പോണതാ നല്ലത്. പരാക്രമം വേണ്ട. തന്റെ ഭാര്യ ഇപ്പൊ സേഫാ. ഇനി അധികം നേരം അവിടെ നിന്നാ ചിലപ്പോ കാര്യങ്ങളുടെ പോക്ക് വേറെ വഴിക്കാവും. മര്യാദയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറ. ഏട്ടാ പ്ലീസ്, എന്നെ കൊല്ലു. എന്തായി തീരുമാനം? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്ലീസ്, അവളെ ഒന്നും ചെയ്യരുത്. തിരിച്ചെത്തുന്നത് വരെ ഞാനിവിടെ കാവലുണ്ടാവും. അഥവാ തന്റെ വൃത്തികെട്ട വില്ലങ്കളി കളിച്ചാൽ ഭാര്യയെ പിന്നെ കാണുന്ന മോർച്ചറിയിലായിരിക്കും. പഴം വിഴുങ്ങുന്നവരെ നോക്കിക്കാ പോയി ജീവിക്കാറോ? ഈ ഒരു കൂടിക്കാഴ്ച വേണോ റഹ്മാനെ? വേണം. കാര്യങ്ങൾ പരസ്പരം പറഞ്ഞ് പ്രശ്നങ്ങൾ തീരുന്നെങ്കിൽ തീരട്ടെ. കേസും വഴക്കൂലാതെ ഇവർക്ക് ഇവരുടെ വീട് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിക്കൂടെ? ചെല്ലു. റഹ്മാനെ വിട്ട് നിങ്ങളെ വിളിപ്പിക്കുമ്പോ സത്യം പറഞ്ഞാ വരില്ലെന്നാ ഞാൻ കരുതിയത്. താങ്ക്സ്. രവിശങ്കറിന് ഒരു തെറ്റ് പറ്റിയതാ. ചില അറിവില്ലായ്മകൾ എനിക്കും പറ്റി. എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു. കൊച്ചിയിൽ ഇത്രയും വിലമതിപ്പുള്ള സ്ഥലത്ത് കഷ്ടിച്ച് ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി വെച്ച് ദരിദ്രരെ പോലെ എന്തിനാണ് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത്? നഗരത്തിൽ നിന്ന് കുറച്ചു മാറി നല്ലൊരു വീട് കണ്ടെത്തിക്കൂടെ? ഗോകുലം വീട്ടിൽ നിന്ന് അവിടേക്ക് താമസം മാറുകയാണെങ്കിൽ ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാനുള്ള പണം ഞാൻ തരും. ഗോകുലം വീട് നിൽക്കുന്ന സ്ഥലത്ത് തുടങ്ങാൻ പോകുന്ന പുതിയ പ്രോജക്റ്റിന് വേണ്ടി ലക്ഷങ്ങൾ ഇറക്കി കഴിഞ്ഞു. ഇനി അത് സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ എനിക്കും എന്റെ അപ്പനും അത് നാണക്കേടാ. നോ, നിങ്ങൾ എത്ര കോടികൾ തരാന്ന് പറഞ്ഞാലും ആ വീട് വിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നിന്റെ കല്യാണം, മായയുടെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ, ഇതിനൊക്കെ പണം വേണ്ടേ? എന്നും മുത്തശ്ശനും മുത്തശ്ശിയും കൂട്ടുന്നുണ്ടാവില്ല. നിങ്ങൾക്കും വേണ്ട ഒരു ജീവിതം. നിയമപ്രകാരം രവിശങ്കർ അർഹതപ്പെട്ടത് ആ വീട്. മറ്റു വഴികളും എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എങ്കിലും ഒരു കോംപ്രമൈസ്, അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. വൈകുന്നേരത്തിനുള്ള ഒരു പോസിറ്റീവ് കോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഐസക്ക് പറഞ്ഞാ ശരി. രക്ഷപ്പെടാനുള്ള വഴി നഷ്ടപ്പെടുത്തരുത്. ഇല്ല, എന്റെ അമ്മ മരിച്ചു കിടക്കണ മണ്ണാ അത്. ഞങ്ങൾ ജീവിച്ചിരിക്കണ കാലത്തോളം അത് മറ്റാർക്കും വിട്ടുകൊടുക്കില്ല. നിങ്ങൾ വന്നപ്പോ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന വീട് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ഇപ്പോ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. പ്രതീക്ഷ കളയണ്ട. ആ വീട് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല.